ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം മതി മനുഷ്യൻ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ മുഴുവൻ തകർന്ന് മൺകൂണകളായി മാറാൻ. ഭൂമി അതിന്റെ രൗദ്രഭാവം പുറത്തു കാണിച്ചാൽ മനുഷ്യൻ എത്രത്തോളം നിസ്സാരരാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് 3-4 ദിവസം മുന്നേ വെനിസ്വേലയിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂകമ്പം, തൊട്ടുപിറകിൽ 39 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ മറ്റൊരു ഭൂകമ്പം. ഈ ഇരട്ട ഭൂകമ്പങ്ങളാണ് വെനിസ്വേലൻ തലസ്ഥാനമായ കാരക്കസിനെയും പ്രാന്തപ്രദേശത്തെയും തകർത്തെറിഞ്ഞത്. 100 കണക്കിന് ബഹുനില കെട്ടിടങ്ങളാണ് അവിടെ നിലംപൊത്തിയത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് ഓർക്കണം. ലഭ്യമാകുന്ന പുതിയ കണക്കുകൾ പ്രകാരം 1500-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, 5000-ലേറെ കാഷ്വാലിറ്റികളും. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണക്കുണ്ട്. 51,000-ന്റെ 68,000-ന്റെ ഇടയിലുള്ള ആൾക്കാർ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അത്രയും ആൾക്കാർ അവിടെ മിസ്സിംഗ് ആണ്. മരണപ്പെട്ടവരെയും എല്ലാത്തവരെയും ഒക്കെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. 6 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പൈതലിനെ രക്ഷാപ്രവർത്തകർ കെട്ടിടാവശിഷ്ടത്തിന്റെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഇതിനോടൊക്കെ നമ്മൾ കണ്ടതാണ്. മരണസംഖ്യ ഇനിയും കൂടാനാണ് സാധ്യത. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തിരി നേരം കൊണ്ട് മനുഷ്യൻ എത്രത്തോളം വലിയ ദുരന്തമാണ് നേരിടേണ്ടി വന്നതെന്ന് ഓർത്തു നോക്കി. എന്നിട്ട് ഭൂമി പറയാം, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെറുതായിട്ടൊന്നും അനങ്ങിയിട്ടുള്ളൂ. ആ ഭൂമിയുടെ ചെറിയ അനക്കം പോലും തരണം ചെയ്യാൻ കഴിയാത്ത മനുഷ്യരാണ് അഹങ്കാരത്തോടെ ഭൂമിക്ക് മുകളിൽ കയറിഞ്ഞാണ്ട് ഭൂമിക്ക് തന്നെ വില പറയുന്നത്. എന്ന് നിങ്ങൾ ഓർത്തു നോക്കി. നമ്മൾ ഭൂമിക്ക് പുറത്ത് എത്രത്തോളം സുരക്ഷിതരാണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഭൂകമ്പം സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അന്നൊന്നും നമ്മളെ തലയിൽ കയറിയിട്ടുണ്ടാവില്ല. ഭൂമിക്ക് പുറത്ത് നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ്? എങ്ങനെയാണ് ഈ ഭൂകമ്പവും സുനാമിയൊക്കെ ഉണ്ടാകുന്നത്? കേരളം ഭൂകമ്പത്തിനും സുനാമിക്കും സാധ്യതയുള്ള പ്രദേശമാണോ എന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഈ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ. ചിന്തിക്കാനെങ്കിലും ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും.